ശ്രീ സജീദ് ഖാലിദ്, ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF-ന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് UDF-ന് വേണ്ടി പ്രചാരണം നടത്താറുണ്ട്, വീട് കയറാറുണ്ട്, ക്യാമ്പയിൻ ചെയ്യാറുണ്ട്, നിലമ്പൂരിലും ചെയ്യുമായിരിക്കും. പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെ ഈ പിന്തുണ കൊടുത്താൽ മാത്രം മതിയോ? പിന്തുണ ഏകപക്ഷീയമായ പിന്തുണ എന്നുള്ളത് മാത്രമാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്കോമഡേഷൻ? മുന്നണിയിൽ ഔദ്യോഗിക അംഗത്വം കിട്ടിയില്ലെങ്കിലും ഇപ്പൊ INL ഒക്കെ LDF-മായി സഹകരിച്ചപ്പോ ഒരു നീക്കുപോക്കെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് തിരികെ എന്തെങ്കിലും കിട്ടുമോ? 2019 മുതലല്ല വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിലപാട് പ്രഖ്യാപിക്കാൻ ആരംഭിച്ചത്. വെൽഫെയർ പാർട്ടി 2013 രൂപവൽക്കരിച്ചത്. അന്ന് മുതൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ചുള്ള സ്റ്റാൻഡുകളാണ് എടുക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ ഞങ്ങൾ M. വിജയകുമാറിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അന്നത്തെ LDF സ്ഥാനാർത്ഥി M. വിജയകുമാറിനെ പരസ്യമായി ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പരസ്യമായിട്ടാണ്, രഹസ്യമായി ഒന്നും പിന്തുണ പ്രഖ്യാപിക്കാറില്ല. പരസ്യമായാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അന്ന് M. വിജയകുമാറിനെയാണ് പിന്തുണച്ചത്. അതിനുശേഷം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-മായി വ്യത്യസ്തമായ സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പ്രാദേശികമായ ധാരണ, അത് പ്രാദേശിക ധാരണയുണ്ട്, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒറ്റ ധാരണയല്ല. പ്രാദേശികമായി നിരവധി പഞ്ചായത്തുകളിൽ ധാരണയുണ്ടാക്കി. ചില പഞ്ചായത്തുകളിൽ ഒന്നിച്ച് 5 വർഷം ഭരിക്കുകയും ചെയ്തു. മുക്കം മുനിസിപ്പാലിറ്റി അടക്കം നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾ ധാരണയുണ്ടാക്കി പരസ്പരം മത്സരിക്കുകയും ഒന്നിച്ച് ഭരിക്കുകയും ചെയ്തു 5 വർഷം. അതിനിടയിലാണ് 2016 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. 2016 പൊതു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സ്വന്തമായി നിയമസഭയിൽ മത്സരിക്കുകയാണ്. ആ സമയത്തും ഇടതുപക്ഷവുമായി സഹകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിൽക്കെ തന്നെ ഞങ്ങൾ സ്വന്തമായി മത്സരിക്കുകയാണ് 2016 ചെയ്തത്. അതിൽ തന്നെ ഞങ്ങൾ മത്സരിക്കാത്ത സീറ്റുകളിൽ BJP സാധ്യതയുള്ള സീറ്റുകളിൽ ഞങ്ങൾ വിജയസാധ്യതയുള്ള LDF സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വെൽഫെയർ പാർട്ടിയുടെ തന്നെ ദേശീയ നയനിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF-നെ പിന്തുണച്ചത്. അന്ന് മുതലാണ് LDF ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കുന്നത്. എന്റെ ചോദ്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ UDF-ന് വേണ്ടി വളരെ ആക്റ്റീവായി രംഗത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതിഫലമായി തിരിച്ചെന്തെങ്കിലും കിട്ടണ്ടേ? നിങ്ങളെ മുന്നണിയിലെടുക്കുകയോ ഭാഗിക അംഗമാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വെച്ചാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ പിന്തുണ. ഞങ്ങൾ പിന്തുണയ്ക്ക് ഉപാധി വെക്കാറില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കക്ഷികൾ പ്രാദേശികമായി ചിലപ്പോൾ നീക്കുപോക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2020 തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് UDF-ഉമായിട്ടാണ് അന്ന് പല സ്ഥലങ്ങളിൽ. 2015 LDF-ഉമായി ഉണ്ടായതുപോലെ 2020 UDF-ഉമായിട്ടുണ്ടായിട്ടുണ്ട്. അത് 2019 UDF-ന് കൊടുത്ത പിന്തുണയുടെ ഒരു ഉപാധിയായിട്ടേ അല്ലായിരുന്നു. അത് പ്രാദേശികമായി അപ്പോൾ ഉണ്ടായ സഹകരണത്തിൻ്റെ പേരിൽ ഉണ്ടായി വന്നതാണ്. അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ന് പിന്തുണച്ചിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ന് പിന്തുണച്ചിട്ടില്ല. ഞങ്ങൾ മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ വെൽഫെയർ പാർട്ടീസ് ഓരോ സമയത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടായത്, നിലവിൽ 9 വർഷമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഭരണം മൂലം ഉണ്ടായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമാനമായ സമീപനമാണല്ലോ എടുത്തത്. ഇപ്പോ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുമോ? അതോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യാസമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് വെച്ചിട്ടല്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ടാണ് സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ UDF-ന് വോട്ട് ചെയ്തത്. ശരി, ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് UDF-ന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയാണോ അതോ UDF സംവിധാനത്തിന്റെ ഭാഗമായി അതിന്റെ ഒപ്പം എന്നുള്ളതാണോ? എന്ന് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള, അത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള, നിരന്തരമായി അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള എതിരഭിപ്രായം സ്വാഭാവികമായും നിങ്ങളുടെ കേഡർമാർക്കിടയിലും കാണുമല്ലോ. ഇതെങ്ങനെയാണ് സിങ്ക് ചെയ്ത് പോവുക?
ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള ക്രിറ്റിക്സും മറ്റു കാര്യങ്ങളുമൊക്കെ ജമാഅത്ത് നേതാക്കൾ പറയട്ടെ. അത് പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. അത് ജമാഅത്ത് നേതാക്കളാണ് പറയേണ്ടത്, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാണ് പറയേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിനിയോഗിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിനിയോഗം വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ കാരണമാണ്. അത് ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതാണ്. കേരളത്തിൽ ഇടതുപക്ഷം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് നയം, വികസന കാര്യങ്ങളിലുള്ള കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്ത വികസന കാഴ്ചപ്പാടിലുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാട് എന്നുള്ള നിലയിൽ ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നു, LDF-നെ എതിർക്കുന്നു എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. വ്യക്തമാണ്.